ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ VFAയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? രാവിലെ നമ്മൾ പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിംഗ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട 15 ആനുകാലിക ചോദ്യങ്ങളാണ്. ചെറിയ ടിപ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായി തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ VFA ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം പ്രധാന ആനുകാലിക ചോദ്യങ്ങൾ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നാണ്? 2024 ഡിസംബർ 26. 2024 ഡിസംബർ 26-നാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് അന്തരിച്ചത്. അപ്പൊ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഇന്ത്യയുടെ എത്രാമത് പ്രധാനമന്ത്രി ആയിരുന്നു മൻമോഹൻ സിംഗ്? ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രി ആയിരുന്നു മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രി ആയിരുന്നു. വർഷം കൂടി പഠിച്ചു വെക്കുക, 2004 മുതൽ 2014 വരെ ആയിരുന്നു. ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രി ആയിരുന്നു. അതുപോലെ തന്നെ RBIയുടെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. RBIയുടെ 15ാമത് ഗവർണർ ആയിരുന്നു ആര്? മൻമോഹൻ സിംഗ്. RBIയുടെ 15ാമത് ഗവർണർ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ RBIയുടെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഇനി പഠിച്ചു വെക്കുക, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ചേഞ്ചിങ് ഇന്ത്യ. ചേഞ്ചിങ് ഇന്ത്യ എന്നത് മൻമോഹൻ സിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഇനി 1987 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1987 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. പത്മവിഭൂഷൺ. അപ്പൊ പഠിച്ചു വെക്കുക, ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രി ആയിരുന്നു മൻമോഹൻ സിംഗ്. അതുപോലെ തന്നെ RBIയുടെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 1987 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു. അപ്പൊ മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26-നാണ്. ഡിസംബർ 26. 2026 ക്വാഡ് ഉച്ചകോടിയുടെ വേദി. 2026 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2026 ക്വാഡ് വിദേശ കാര്യമന്ത്രിമാരുടെ യോഗം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വെച്ചിട്ടായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 2026 ക്വാഡ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. GI ടാഗ് പദവി ലഭിച്ച ഗർചോള സാരി ഏത് സംസ്ഥാനത്തിന്റേതാണ്? GI ടാഗ് പദവി ലഭിച്ച ഗർചോള സാരി ഏത് സംസ്ഥാനത്തിന്റേതാണ്? ഗുജറാത്ത്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ ഗർചോള സാരി എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ ഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഘർ എന്ന് പറഞ്ഞാൽ വീടാണ്. അപ്പൊ വീട്ടിലോട്ട് പോകുമ്പോ സാരിയിൽ എന്താണ് പൊതിഞ്ഞെടുത്തിട്ടുള്ളത്? ചോളം എന്ന് കണക്ട് ചെയ്യാം. വീട്ടിലോട്ട് പോകുന്ന വഴി സാരിയിൽ എന്ത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്? ചോളം അല്ലെ? അപ്പൊ ഗർചോള സാരി നമുക്കൊന്ന് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ ഗർചോള സാരി നമ്മൾ പറഞ്ഞു വീട്ടിലോട്ട് പോകുന്ന വഴി എന്താണ്? സാരിയിൽ കുറച്ച് ചോളം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചോളം കഴിക്കുന്നത് എപ്പോഴാണ്? സിനിമ തിയേറ്ററിൽ വെച്ചിട്ടാണ് അല്ലെ? സിനിമ കാണുന്ന സമയത്താണ് കൂടുതൽ നമ്മൾ പോപ്കോൺ ഒക്കെ കഴിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യാം. നമ്മൾ രാത്രി, രാത്ത് അല്ലെ? രാത്രി എന്ന രീതിയിൽ സിനിമ കാണുന്നത് രാത്രിയാണ്, രാത്ത്. അപ്പൊ ഗുജറാത്ത് എന്ന് കണക്ട് ചെയ്യാലോ. GI ടാഗ് പദവി ലഭിച്ച ഗർചോള സാരി ഏത് സംസ്ഥാനത്തിന്റേതാണ് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത്, കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും അത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് നേപ്പാൾ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തർപ്രദേശിനെയാണ്. അപ്പോ അതുപോലെ കഥക് നൃത്തം ഏത് സംസ്ഥാനത്തിന്റേതാണ്? ഉത്തർപ്രദേശിന്റെ നൃത്തമാണ് കഥക്. പഠിച്ചു വെക്കുക, ഉത്തർപ്രദേശിന്റെ നൃത്തം ചോദിച്ചാൽ അത് കഥക് ആണ്. അപ്പൊ ഉത്തർപ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് നേപ്പാൾ ആണ്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുട്ട
ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോയാണ് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത്. താനോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. താനോ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോ. അപ്പോ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോ താനെ ഇരുന്നാലും എന്താണ്? എഴുത്ത് ഇങ്ങനെ വരും എന്ന് ഓർത്തു കഴിഞ്ഞാല് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോ, ഉത്തരാഖണ്ഡിലെ താനോ ആണ് എന്ന് നമുക്ക് പഠിച്ചിരിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GST പിരിച്ചെടുക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GST പിരിച്ചെടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GST എന്നതിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. രഥപനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പോ ടൈഗറിന് പനി വന്നപ്പോൾ എന്ന രീതിയിൽ ഓർക്കാം. ടൈഗറിന് പനി വന്നപ്പോൾ എന്താ കൊടുത്തത്? മദ്യം കൊടുത്തു എന്നോർക്കാം. മദ്യം. അപ്പോ രഥപനി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് ആണ്. ടൈഗറിന് പനി വന്നപ്പോൾ നമ്മൾ എന്താ കൊടുത്തത്? മദ്യം. മദ്യം എന്നതിൽ നിന്ന് മധ്യപ്രദേശ് കണക്ട് ചെയ്യാലോ. കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. അപ്പൊ കവാൽ എന്ന് പറയുമ്പോൾ കാവൽ എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ എവിടെയാ കാവൽ നിൽക്കുന്നത്? നമ്മുടെ തലയ്ക്ക് മുകളിലാണ് എന്ന് ഓർത്താല് തല എന്നതിൽ നിന്ന് തെലങ്കാന എന്ന് ഓർക്കാലോ. അപ്പോ കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ചോദിച്ചാൽ ശ്രീ വിജയപുരം എന്നതാണ്. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. പഠിച്ചു വെക്കാം. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം എന്നതാണ്. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പൊ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് മുൻപ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും അത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തർപ്രദേശിനെയാണ്. അപ്പോ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് നേപ്പാൾ ആണ്. പഠിച്ചു വെക്കുക. ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ ആണ്. കഥക് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? കഥക് ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ് കഥക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിന് എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ്. കേരളത്തിന് നാളികേര ഉൽപാദനത്തിൽ എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണ്. നാളികേര ഉൽപാദനത്തിൽ 3-ാം സ്ഥാനമാണ് ട്ടോ. 3-ാമത് സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പൊ കേരളത്തിനും 3-ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 25. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഇന്ത്യയിൽ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനം നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ആണ്. നവംബർ 26. 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. അപ്പൊ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 25 ആണ്. നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഇന്ത്യയിൽ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്?
OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാന. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്ന നഗരം ചോദിച്ചാൽ അത് പൂനെയാണ്. അപ്പോൾ മ്യൂസിയം നിലവിൽ വരുന്നത് ഹരിയാനയിലെ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ്. പാർക്ക് നിലവിൽ വരുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ചോദിച്ചാൽ അത് അടൽ സേതുവാണ്. 2024 ജനുവരി 12-ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അടൽ സേതുവാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. ഇനി ഇതിന്റെ ആകെ നീളം ചോദിച്ചാൽ എത്രയാണ്? 21.8 കിലോമീറ്റർ ആണ്. ആകെ നീളം ചോദിച്ചാൽ എത്രയാണ്? 21.8 കിലോമീറ്റർ ആണ്. അപ്പോ കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതുവാണ്. അമാൻ സേതു മാറിപ്പോവരുത്. അടൽ സേതു എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ്. 2024 ജനുവരി 12-ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് അടൽ സേതു പാലം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പാലത്തിന്റെ ആകെ നീളം ചോദിച്ചാൽ 21.8 കിലോമീറ്റർ ആണ്. അതുപോലെ സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അത് അമാൻ സേതുവാണ്. അമാൻ എന്നാൽ ഉറുദു ഭാഷയിൽ സമാധാനം എന്നാണ് അർത്ഥം. അപ്പൊ സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 15 ആനുകാലിക ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്